ഹലോ, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് നമുക്ക് കയ്പ്പയ്ക്ക വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടെ. ഈ കയ്പ്പയ്ക്ക കശപ്പില്ലാതാക്കാൻ അത് ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാം. അപ്പോൾ ആസ് യൂഷ്വൽ പറയണ മാതിരി എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഗീവ് മീ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിലേക്ക് പോകാം. ഇതാണ് കയ്പ്പയ്ക്ക. ഈ ഒരു കയ്പ്പയ്ക്കയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയാണ്. ഇതാരും ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊരു കയ്പ്പയ്ക്ക ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയത്, ഇതൊരു ചെറുതാണ്, പിന്നെ ഇതൊരു മീഡിയം സൈസ്, ഇങ്ങനെ 2 പൊട്ടറ്റോ എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് മെഴുക്ക് പുരട്ടി ചെയ്യണത്. ഇത് ആദ്യം മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് വെള്ളം നീളത്തിൽ മുറിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോളൂ, ഇതിങ്ങനെ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നല്ലോണം ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് ചുരുങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കും, ഉപ്പിട്ടിട്ട് കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയും. ഇപ്പം ഞാൻ പാൻ വെച്ചിട്ട് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ എണ്ണ, എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം, നല്ലെണ്ണ ഒഴികെ എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ ഇതാണ് കയ്പ്പയ്ക്ക ഇങ്ങനെ ഞാൻ ഉപ്പിട്ട് ഒരമണിക്കൂർ വെച്ച വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് അതിനെ വെള്ളത്തിൽ കഴുകിയിട്ട് ഈ ഉപ്പിട്ട് വെച്ചതിനെ അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകി അതിനെയൊക്കെ നല്ലോണം വെള്ളമൊക്കെ വെടിച്ചെടുത്തിട്ട് ഇപ്പം ഞാൻ ഇതിനെ ഈ പാനിലേക്ക് ഇടാൻ പോവാണ്. നിങ്ങൾ കണ്ടോളൂ, കയ്പ്പയ്ക്ക ഞാൻ വളരെ ചെറുതായിട്ടല്ല മുറിച്ചിരിക്കുന്നത്, കുറച്ച് കുറച്ച് തിക്നെസ്സും ഉണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് കുറച്ചൊരു ബ്രൗൺ നിറം ആവണ വരെ ഫ്രൈ ചെയ്യണം. ഇതിൽ ഉപ്പ് എന്തായാലും കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെഴുക്ക് പുരട്ടിയിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ആഡ് ചെയ്യുക. ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ടാവും ഉപ്പയിൽ. മിനിമം ഒരു അരമണിക്കൂർ ഉപ്പിട്ട് വെച്ചിട്ട് വേണം അതിനെ പിഴിഞ്ഞെടുക്കാൻ. ഇത് കുറച്ച് അതിൻ്റെ കശപ്പ് കളയാൻ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ കശപ്പ്, അതിൻ്റെ കയ്പ്പ് കളയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉപ്പിട്ട് വെക്കണമെന്നില്ല. വെറുതെ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കയ്പ്പയ്ക്കയിൽ വലിയ കശപ്പ് ഇഷ്ടമില്ലാത്ത അതുകൊണ്ട് ഞാൻ അതിൽ ഉപ്പിട്ടിട്ട് നന്നായി അതിനെ, അപ്പോൾ ഇതൊന്ന് മുരിയട്ടെ, ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ഈ കയ്പ്പയ്ക്ക നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയി കണ്ടോ. ഇങ്ങനത്തെ നിറം വരുന്ന സമയത്ത് ഞാൻ ഈ പൊട്ടറ്റോ ഞാൻ പറഞ്ഞു ഒരു 2 എണ്ണം ചെറുത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതും വളരെ ഘനമില്ലാതെ എല്ലാം മുറിച്ചിരിക്കണം. ഇങ്ങനെ കുറച്ച് ഘനമുള്ള മാതിരി മുറിച്ചിരിക്കണം. അത് ആഡ് ചെയ്യണു. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് നന്നായി സ്ലൈസ് ചെയ്യണം. എന്നാൽ അതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരണം. ഈ ഉള്ളി ബ്രൗൺ നിറമായിട്ട് അത് കാരമലൈസായിട്ട് വരും. കാരമലൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമല്ലോ അറിയുമെന്ന് വിചാരിക്കുന്നു. ബ്രൗൺ കളറായിട്ട് അത് വരണം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. അതെന്തോച്ചാൽ ഉപ്പും കൂടി തട്ടുമ്പോഴാണ് ഈ ഉള്ളി നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വരിക. പക്ഷേ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. എന്താ കാരണം വെച്ചാൽ കയ്പ്പയ്ക്കയിലെ ഉപ്പ് അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുപാട് ഉപ്പാവാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്യുക. ഞാനിതിനെ വെള്ളമേ തീരെ ഒഴിച്ചിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഇത് ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും കയ്പ്പയ്ക്കയും കൂടെ നന്നായി ഇങ്ങനെ ഒന്ന് വേവും. വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. പൊട്ടറ്റോ ഇതേമാതിരി വയ്ക്കുക. പക്ഷേ ചെയ്യുന്നത് വളരെ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഇത് ലോ ഫ്ലെയിം ആക്കിയാൽ ഇത് ആയി വരില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഇതിൽ വലുതായിട്ട് എണ്ണയൊന്നുമില്ല. അപ്പോൾ ഞാൻ ലേശം എണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏതെണ്ണയാണ് ആഡ് ചെയ്യണം അതിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യുക കുറയ്ക്കുകയോ ചെയ്യുക. ഞാനിത് റൈസ് ബ്രാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഇനി ഇതൊന്ന് ആയിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് വരണം. അതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം.
ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നിങ്ങൾ കണ്ടു, ഹൈ ഹീറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം നല്ല ക്രിസ്പായിട്ട് വന്നു കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ആകെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഇതിൽ ചിലവഴിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ കശക്കിയിട്ട് ഇടുകയാണ് കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ വിട്ടിരിക്കുന്നു വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ടീസ്പൂണാണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്താൽ നല്ല ഉഗ്രം മണമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് അതിനെ നല്ല, ഞാൻ പക്ഷേ കൂടുതലായിട്ട് എണ്ണ ഒഴിക്കണില്ല. ഞാൻ ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് ഞാനിതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടോ, ഇതാണ് ടേസ്റ്റി കറേല പൊട്ടറ്റോ ഫ്രൈ. കറേല എന്ന് പറഞ്ഞാൽ കയ്പ്പയ്ക്ക. ഇതാണ് ടേസ്റ്റി കറേല ഫ്രൈ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏത് കയ്പ്പയ്ക്ക ഇഷ്ടമല്ലാത്തവരും ഇത് കഴിക്കും. ദിസ് ഇസ് മൈ വേൾഡ് സെപ്പറേറ്റ് ഡിഷ്. ഞാനിതൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. ഇത് ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കുമ്പോൾ ഇല്ലേ എന്ത് ടേസ്റ്റാണ് അറിയോ. കുറച്ച് വെജിറ്റബിൾസൊക്കെ അകത്ത് പോവും. ഏതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ചപ്പാത്തി, ചോറ് ഇതിന് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ കയ്പ്പയ്ക്ക പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഫ്രൈ കണ്ടുവല്ലോ. ഇത് ടേസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഷുവറായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. ഇനി ഞാൻ അടുത്തൊരു ഡിഷും കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഇടാം. അടുത്തത് ഒരു മോര് കൊണ്ടുള്ളൊരു രസം. ഇത് ഞാൻ 1 കപ്പ് നല്ല പുളിയുള്ള തൈരിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വെണ്ണയൊക്കെ എടുത്ത് കടയില്ലേ, അതേമാതിരത്തെ മോരാണിത്. നല്ല കുറച്ച് പുളിയുള്ള മോരാണ്. ഇത് വെച്ചിട്ട് ഒരു രസം ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പാൻ വെച്ച് കത്തിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് കുറച്ച് ടേസ്റ്റ് തരിക. കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിരിക്കണം. ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 1 ടീസ്പൂൺ, ചെറുതെന്ന് പറയുന്നില്ല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു നല്ലോണം 1.5 ടീസ്പൂൺ, പിന്നെ ജീരകപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് ഉലുവ വളരെ കുറച്ച്. മോരുകറി ആയതുകൊണ്ട് ഉലുവ ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂണിനും കുറച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുക. ഇതൊന്നിങ്ങനെ ആ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ചൂടായിപ്പോൾ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കും. ഇതൊന്ന് വെന്തോട്ടെ, ഈ പൊടികൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഞാൻ ഇതൊന്ന് ചെറുതായി ചൂട് വന്നപ്പോൾ ഈ മോര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. ഉപ്പിട്ടിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഈ മോരൊന്ന് നന്നായി ചൂടാവണം. നിങ്ങൾക്കറിയാം, മോര് തിളയ്ക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ കാളനുണ്ടാക്കുകയാണെങ്കിൽ, എന്ത് മോര് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ആ ചൂടിൻ്റെ ഹൈ സ്റ്റേജിലെത്തുമ്പോൾ തിളയ്ക്കാൻ വിടാറില്ല. തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതങ്ങനെ പിരിഞ്ഞു പോവും, മോരല്ലേ. അപ്പോൾ നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇപ്പോൾ നല്ലതായിട്ട് ചൂട് വന്നു. ബോയിലിംഗ് സ്റ്റേജിൻ്റെ അടുത്ത് വരെ എത്തുക. ബോയിൽ ചെയ്യാൻ പാടില്ല കേട്ടോ.
ഇനി ഇതിനെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൊരു വറവ് ഇടുക. ഈ വറുത്തിടുന്നതാണ് ഏറ്റവും മണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വറവ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം പൊടിക്കുമ്പോൾ ഇട്ടു, ഒരു നല്ല മണം ഉണ്ടാവും. ഇതിന് ശേഷം ഇതൊക്കെ ഒന്ന് പൊട്ടിയപ്പോൾ കുറച്ചെന്നില്ല, ഒരു 2 ചെറിയ ഉള്ളി. രസത്തിൽ നമ്മൾ സാധാരണ ഉള്ളി ചേർക്കില്ല, എങ്കിലും ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കും. ഈ ഉള്ളി, ഒരു 2 വെളുത്തുള്ളി കീറിയത്, ഇത് രണ്ടും ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് രണ്ടും ഒന്നിങ്ങനെ ഫ്രൈ ആയി വരട്ടെ, ഒരു നല്ല നിറം വരണം. ഇപ്പം 2 പച്ചമുളക് കീറിയതും കൂടി ഇതിലിടുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു മണമായിരിക്കും. ഈ കുരുമുളകാണല്ലോ ചേർത്തിരിക്കണം. പച്ചമുളകിൻ്റെ വലിയൊരു എരിവൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇതിങ്ങനെ നന്നായി ഒരു ബ്രൗൺ നിറത്തിൽ, കുറച്ചും കൂടി ഒരു ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ ഈ വറുത്തതിലേക്ക് നമുക്ക് ഞാൻ ഇടുക. ഞാനിതിനെ ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇതായി വറുത്തതൊക്കെ ഇടുക. എന്നിട്ട് ലേശം കായപ്പൊടി കേട്ടോ, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ എൻ്റെ മോര് രസം റെഡിയായി. ഇത് വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ ഉപ്പ് മതിയൊന്നൊന്ന് നോക്കട്ടെ. നല്ല ഉഗ്രൻ മോര് രസം. ഇത് വെറുതെ കുടിക്കാൻ അതിനേക്കാട്ടിലും നല്ലതാണ്. ചോറിൻ്റെ കൂടെ ഒരു നേരം നമുക്കിപ്പോൾ കഷ്ണമൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇത് കൊഴുപ്പാക്കാം. ഞാനൊരു കപ്പ് തൈരിൽ 1 കപ്പ് വെള്ളം ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 ഡിഷ്, അപ്പോൾ എല്ലാവരും ഈ 2 ഡിഷും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ കരുതുന്നു. വളരെ വണ്ടർഫുള്ളായിട്ടുള്ള 2 ടേസ്റ്റാണ്. തേങ്ങ ഒന്നും ചേർക്കാത്തതാണ് ഇന്ന് രണ്ടും. അപ്പോൾ ഫ്രണ്ട്സ്, പ്ലീസ്, ഞാൻ പറയുന്ന മാതിരി ഈ കയ്പ്പയ്ക്ക വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടാണ് 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേമാതിരി ഈ മോര് രസം വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. See you in the next video. It's with a wonderful recipe. It's bye from Sudha Menon.